ശ്രീജിത്ത്, എന്തായാലും ഈ ധാർമ്മികതയിലൊക്കെ പേര് പറഞ്ഞ ആൾക്കാർ വിമർശനം തുടരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഈ വേളയിൽ. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത് ശരിയാണോ? മാത്രമല്ല, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ? അതോടൊപ്പം തന്നെ മന്ത്രിയുടെ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് എന്ന നിലപാടിലാണ് ഈ പ്രതിപക്ഷ കക്ഷികളടക്കം എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ ഇടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട്, അത് ഭാര്യ ആയിക്കൊള്ളട്ടെ മറ്റാരും ആയിക്കൊള്ളട്ടെ, ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യാനുള്ള സമയം മന്ത്രി കെ പി ഗണേഷ് കുമാറിന് കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കെതിരെ സമാനമായ ആക്ഷേപങ്ങളും മറ്റും വന്നപ്പോൾ ഇത്തരമൊരു സമീപനമാണോ സർക്കാർ എടുത്തത്? അങ്ങനെ വിവേചനപരമായ ഒരു സമീപനം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ കാട്ടിയില്ലേ എന്ന ചോദ്യവും സർക്കാരിനെതിരെ ഉയരും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഈ ചർച്ചകൾ തുടരാൻ തന്നെയാണ് സാധ്യത. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.